ചിരിയുടെ മണികിലുക്കമായി, അഭിനയത്തിന്റെ മണിമുഴക്കമായി, നാടൻ പാട്ടിന്റെ മണിനാഥമായി ഈ കലാകാരൻ എന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കും. സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മണിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് ചാലക്കുടിക്കാർക്കാണ്. പക്ഷേ അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു ചാലക്കുടിക്കാരൻ സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൂടി അദ്ദേഹം രംഗത്തെത്തിയപ്പോൾ അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. അതിനേക്കാളും മുമ്പ് എൻ്റെ അടുക്ക് നടൻ ദിലീപ് ഒരിക്കൽ പറയുകയുണ്ടായി. ഏതോ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പോയപ്പോൾ ഞാൻ ചോദിച്ചു അത് ആരാണ്. അപ്പോഴാണ് പറഞ്ഞത് അത് മണി എന്ന് പറയും, കലാഭവൻ മണി. തീർച്ചയായിട്ടും ആ സിനിമയിൽ കൂടി വന്ന അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചു. ഒരുപാട് മലയാള സിനിമകളിൽ തമാശ വേഷവും അതുപോലെ തന്നെ ക്യാരക്ടർ റോളുകളും ഹീറോ ഇങ്ങനെയുള്ള റോളുകളൊക്കെ അഭിനയിച്ച് മലയാളികളുടെ കയ്യടി നേടിയ ഒരു വലിയ നടനാണ്. നമുക്കൊക്കെ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മാത്രം പറയുന്നില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. എനിക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അതിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മണി വേണം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവിൽ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു വേണം. അങ്ങനെ അമ്മയുടെ കൂടെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ സുഹൃത്ത് എന്ന നിലയിലും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരു ധൈര്യമായിരുന്നു നമുക്ക് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഒരു നിശബ്ദനായ, കാലങ്ങൾക്ക് ശേഷം നമുക്കറിയാം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ്, ജൂറി അവാർഡ് അത് കിട്ടി. അദ്ദേഹത്തിന് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് സന്തോഷം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. അത് മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ്. ആ ശുദ്ധത ഈ ചാലക്കുടിക്കാരനുണ്ടായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ ഇലക്ഷൻ നിന്നു. ആ സമയത്തും അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. നിശബ്ദനായ ഒരു രാഷ്ട്രീയ വർക്കാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ അടുക്കൽ വന്ന് പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇല്ല, നിശബ്ദനായ ഒരു വർക്കാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം ആ സമയത്ത് എൻ്റെ അടുക്ക പറഞ്ഞു എൻ്റെ നാട്ടിലെ കുറച്ച് പ്രായമായ ആളുകൾക്ക് ഉച്ചതിരിഞ്ഞ് വന്നിരിക്കാനായിട്ടുള്ള ഞാൻ പത്രത്തിൽ എഴുതിയിട്ടുള്ളതാണ്, ഒരു സ്ഥലം വേണം, നിങ്ങൾ MP ആയി കഴിഞ്ഞാൽ അത് ചെയ്യണം. ഞാൻ ചോദിച്ചാൽ എത്ര രൂപ വരും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു 17 ലക്ഷം രൂപ ചെലവാക്കി അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഞങ്ങൾ പണിത് കൊടുത്തു. അദ്ദേഹത്തിനോടുള്ള വാക്ക് നിറവേറ്റാൻ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അങ്ങേറ്റ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വന്നതിൻ്റെ ഒരു കാരണം, അദ്ദേഹം മരിച്ച ദിവസം ഞാൻ വന്നതാണ്. ഞാൻ ഡൽഹിയിലായിരുന്നു. ഇവിടെ വന്നു ഒരു റീത്തുമായി മുനിസിപ്പൽ കെട്ടിടത്തിൻ്റെ അകത്ത് നിന്നു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖം പോലും എനിക്ക് കാണാനൊന്നും സാധിച്ചില്ല. കാരണം അത്രയും തിരക്കായി. പല ആളുകളും പല സ്ത്രീകളും എൻ്റെ അടുക്ക ജനലിൽ കൂടി വന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ വരുന്നത് കാസർഗോഡ് നിന്നാണ്, ഞാനിതൊന്നും പ്രതീക്ഷിച്ച ഒരാളല്ല. ഇത്രയും ആളുകൾ ഇദ്ദേഹത്തെ ആരാധിക്കുന്നു എന്നൊക്കെ മനസ്സിലായത് സത്യത്തിൽ എനിക്ക് അന്നാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ചെന്നപ്പോൾ അവർ വന്ന് എൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞു മണി ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ഇന്നസെന്റിൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അവരുടെ കൈ പിടിച്ച് ആ ജ്യേഷ്ഠൻ ഇപ്പം പറയായിരുന്നു, മരിച്ചതിന് ശേഷം അവർ കരയുകയായിരുന്നു അമേരിക്കയിലിരുന്ന്. അപ്പം അത്രയും അടുപ്പം അദ്ദേഹം കാണിച്ചിരുന്നു. ഒരു സിനിമയുടെ ഒരു സ്റ്റൈലോ കാര്യങ്ങളോ, സിനിമയ്ക്കൊരു സ്റ്റൈലൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാം. അതൊന്നുമില്ലാതെ പച്ചയായിട്ടുള്ള മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇന്നസെന്റിന്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടുള്ള ഇഷ്ടമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ഞാൻ MP ആയപ്പോഴൊന്നുമല്ല, വളരെ മുമ്പ്. തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കലാകാരൻ ചാലക്കുടിക്ക് നഷ്ടമായി.
ചാലക്കുടിയെ പറ്റി മാത്രമാണ് ഞങ്ങളോടൊക്കെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ വരുമ്പോൾ പറയാറുള്ളത്. ചാലക്കുടിയിലെ കഥാപാത്രങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങൾ, ഇതൊക്കെ ചിലരൊക്കെ പറയാൻ മടിക്കും. അതൊന്നുമില്ലാതെ തുറന്നു പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ ഒറ്റയാളുടെ മനസ്സിൽ നിന്നും പോവില്ല എന്ന് നമുക്കറിയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, കലാഭവൻ മണിയുടെ വിയോഗത്തിൽ അനുശോചിക്കാൻ കൂടിയ പല യോഗങ്ങളിൽ ഒന്നാണിത്. കലാഭവൻ മണി എന്ന സുഹൃത്തിനെ, കലാഭവൻ മണി എന്ന നടനെ, കലാഭവൻ മണി എന്ന സഹായിയെ, മകനെ, സഹോദരനെ, അനിയനെ, ജ്യേഷ്ഠനെ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമല്ല ഞാനിവിടെ വന്നത്. എൻ്റെ ദുഃഖത്തിൽ നിങ്ങളെയും കൂടെ പങ്കുചേർക്കണം. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കലാഭവൻ മണി അറിയാൻ തുടങ്ങിയത്. കലാഭവൻ മണിയുടെ ബാല്യവും യൗവനവും സിനിമയിലേക്ക് വരുന്ന മുമ്പുള്ള കാലങ്ങളുമൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. പക്ഷേ അത് നിങ്ങളാരും പറഞ്ഞല്ല പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്. മണി തന്നെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും ഞങ്ങൾ അറിയുന്നത്. കലാഭവൻ മണി ഒരുപക്ഷെ കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ, സ്ഥാപനത്തിൻ്റെ പേര് ഇത്രയേറെ ലോകപ്രസിദ്ധി ആർജിക്കുവാൻ ഒരു കാരണം കലാഭവൻ മണിയുടെ മുമ്പിലുള്ള കലാഭവൻ എന്ന പേര് തന്നെയാണ്. വളരെ വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ആളാണ് ഞാനും മണിയും. മണിയുടെ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ എൻ്റെ കൂടെയായിരുന്നു. ധ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മണി അന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ എനിക്കിപ്പോഴും അത് ഞാൻ സന്തോഷത്തോടെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ആരാധക വൃന്ദത്തിൻ്റെ, ഇവിടുത്തെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് മണി ഉണ്ടായിരുന്നുവെന്നും ഓരോ സിനിമകൾ വരുമ്പോഴും മണിയും കൂട്ടുകാരും ആ സിനിമയെ സ്വീകരിച്ചതും, കാലം മാറി കഥ മാറി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചാലക്കുടിപ്പുഴയുടെ തീരത്ത് നടക്കുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ വന്ന കഥയും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മണി. മണി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നടൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യവാദി, ഒരുപാട് മുഖങ്ങളുള്ളയാളാണ് മണി. നേരത്തെ ഇന്നസെന്റ് പറഞ്ഞതുപോലെ മണി സിനിമയുടെ സെറ്റിലുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. മണിയുടെ കരുത്ത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കരുത്തുള്ള ആളാണ് മണി. മണിയെപ്പറ്റി ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാറുണ്ട്, നിങ്ങളിൽ ഓരോരുത്തർക്കും. മണിയുടെ സിനിമ കാണുന്നവർക്കും മണി അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ മണിയെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാകും. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നടൻ ഇത്ര ചെറുപ്പത്തിൽ, ഇത്ര ചെറിയ കാലം കൊണ്ട് സ്വാധീനിച്ച നടന്മാരുണ്ടാവാൻ സാധ്യത കുറവാണ്. എൻ്റെ സിനിമയ്ക്ക് വരുന്നതിനോടും എൻ്റെ കാലത്ത് അകാലത്തിൽ അന്തരിച്ചുപോയ ജയൻ്റെ മരണമാണ് ഒരുപക്ഷെ മലയാള സിനിമയെ ഏറ്റവും നടുക്കിയത്. അതിനപ്പുറത്തേക്ക്, നടുക്കത്തിനപ്പുറത്തേക്ക് ഒരു ആർത്തനാദം പോലെയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത്. അല്ലെങ്കിൽ ഒരു ആർത്തനാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഏക്കത്തോടു കൂടിയാണ്, ഒരു തേങ്ങലോട് കൂടിയാണ്, ഒരു ഞെട്ടലോട് കൂടിയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത്. മണിക്ക് സുഖമില്ലായ്മ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മരണം കവർന്നെടുക്കുന്ന ഒരു രോഗമായിരുന്നു എന്നതോ
മരണം ഈ രോഗം കവർന്നെടുക്കുമെന്നതോ നമ്മളാരും വിചാരിച്ചതല്ല. ഒരുപക്ഷെ മണിയുടെ മലയാളം വിട്ടപ്പുറത്തേക്കുള്ള ഒരു ചലച്ചിത്ര പ്രവേശനത്തിന് അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു കാരണക്കാരനായിട്ടുണ്ട്. മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയിൽ പ്രധാന വേഷം ചെയ്തത് ഞാനാണ്. ആ സിനിമയിൽ വടിവേലു എന്ന പ്രസിദ്ധനായ ഒരു തമിഴ് നടന് വെച്ചിരുന്നൊരു വേഷത്തിന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് സംവിധായകരും നിർമ്മാതാവും കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിവരം എനിക്ക് അറിയാൻ സാധിച്ചു. ഞാനിങ്ങനെ മണിയുടെ പേര് പറഞ്ഞു, മണിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കാം, പക്ഷേ വിളിച്ചിട്ട് വന്നിട്ട് വേഷമില്ല എന്ന് പറഞ്ഞ അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത്. ഇല്ല സാർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മണിയെ വിളിച്ചപ്പോൾ മണി തിരക്കിലാണ്. പിന്നെ തമിഴ് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ഭാഷകളും നമ്മൾ പഠിക്കണം. നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയമാണ് ഭാഷ, അതിന് ശേഷമേ സംസാരിക്കുന്ന ഭാഷ വരുന്നുള്ളൂ. മണി വരികയും ആ പടത്തിൽ അതിപ്രഗത്ഭമായ അതിഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും പിന്നെ മണി തമിഴ് മക്കളുടെ അല്ലെങ്കിൽ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ കൂടെ മണിയായി മാറുകയും ചെയ്തു. അന്ന് എൻ്റെ സിനിമയുടെ സംവിധായകൻ കലാഭവൻ മണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വശമില്ലാഞ്ഞിട്ടാണോ വരാഞ്ഞിട്ടാണോ എന്നറിയില്ല, കലാമണി എന്നാണ് വിളിച്ചത്. പക്ഷെ അത് കുറച്ചുകൂടെ ചേർന്ന പേരായിരുന്നു. ഒന്ന് കലയുടെ മണിയാണ്, കലയിലെ രത്നമാണ് മണി, കലാഭവൻ മണി. അതുകൂടെ ചേരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നീട് പല സന്ദർഭങ്ങളിലും മണിയും അതേ സിനിമയിൽ തന്നെ ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം ദിലീപിൻ്റെ ആ സിനിമയിൽ തെങ്ങിൽ കയറുന്ന സീനുണ്ടായിരുന്നു. ഈ സിനിമയിലും തെങ്ങിൽ കയറുന്ന ഒരു സീനുണ്ടായിരുന്നു. പക്ഷേ തെങ്ങിൽ കയറി പകുതി എന്നപ്പോൾ മണിക്ക് എന്തോ ബാലൻസ് പോയി. എൻ്റെ കൺമുൻപിൽ മണി ഇങ്ങനെ തെങ്ങിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. തെങ്ങിൻ്റെ ചവിട്ടി വീണു. ഞാൻ പക്ഷേ കുറേ നേരത്തേക്ക് അനങ്ങില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് മണി എടുക്കുക ഒന്നുമില്ല എന്ന്. പക്ഷേ കാല് വേദന കൊണ്ട് കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട്, വല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഉളുങ്ങിയ കാല് ഉളുങ്ങാതെ പോലെ അഭിനയിച്ച് ആ രംഗം അവസാനിപ്പിച്ച ആളാണ് മണി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മണിയെപ്പറ്റി പറയാൻ, ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വ്യക്തിപരമായി എന്നോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും കാണിച്ചിരുന്ന ആളാണ് മണി. മണിയുടെ നഷ്ടം, മണിയുടെ വിയോഗം, നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് നമുക്ക് വാക്കുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കാത്തത്. ചാലക്കുടിക്കാരനല്ല മണി, മണി മലയാളിയല്ല മണി, മണി കേരളീയനല്ല മണി, മണി ഭാരതീയനാണ് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നടീനടന്മാരുണ്ട്. പക്ഷേ നമുക്കും മുമ്പിൽ വെച്ച് അഭിമാനിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ മണിക്കുള്ള സ്ഥാനം ഒട്ടും പുറകിലല്ല. മണി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യ ഭാരത സർക്കാരിൻ്റെ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. മണി അഭിനയിച്ച വേഷങ്ങൾ ഒരുപക്ഷെ വളരെ സത്യസന്ധമായി ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, എനിക്കൊന്നും അങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കാനുള്ള അവസരവും അതിനുള്ള കഴിവുമില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. അത്രത്തോളം കഥാപാത്രവുമായി ഇഴുകിച്ചേരാനും കഥാപാത്രമായി മാറാനും ശാരീരികമായും മാനസികമായും രൂപഭാവ ഭേദങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ആത്മാവറിഞ്ഞ് അഭിനയിക്കാൻ സാധിച്ച ഒരു നടനാണ് മണി. മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും ഒരു സാധാരണ ഒരു ഇടത്തരം നടന്മാരെയോ നടികളെയോ അംഗീകരിക്കാത്തവരാണ്. മണിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടാകണമെങ്കിൽ, ഇത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണമെങ്കിൽ മണിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല, അഭിനയത്തിൻ്റെ പ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലെ എന്നും മറക്കാത്ത ഒരു ഓർമ്മയായി ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇത്രത്തോളം വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ഓടിയെടുക്കണമെങ്കിൽ, ആർത്തിരമ്പണമെങ്കിൽ എത്രത്തോളം സ്നേഹം, എത്രത്തോളം സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു അനുശോചന യോഗങ്ങൾ 100, 200, 300 പേര് കൂടുന്ന ഒരു ചെറിയ ഹാളിൽ നടക്കുമ്പോൾ, ഒരു സ്കൂളിൻ്റെ വിശാലമായ പ്ലേ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അനുശോചന യോഗം കൂടണമെങ്കിൽ അത്രത്തോളം വലുതാണ് മണി. ഇവിടെ കൂടിയ താരശോഭ കാണാനല്ല, ഇവിടെ കൂടിയ താരങ്ങളുടെ കലാസന്ധ്യ കാണാനല്ല, താരപ്രകടനം കാണാനല്ല നിങ്ങൾ ആരും എത്തിയത്. ഞങ്ങളുടെ മണിയെപ്പറ്റി, മണിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ്. നിങ്ങൾക്ക് പറയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് മണിയെപ്പറ്റി പറയാനില്ല.
മണി എത്രത്തോളം നിങ്ങളിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം ഞങ്ങളിൽ എല്ലാവരിലും മണി സ്വാധീനിച്ചിട്ടുണ്ട്. മണിക്ക് സുഖമില്ല എന്ന് ആശുപത്രിയിൽ അമൃത ഹോസ്പിറ്റലാണെന്ന് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത് നാദിർഷയാണ്. ഞാൻ ബാംഗ്ലൂരിൽ 200 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ദൂരെയാണ് ഷൂട്ടിംഗ്. ഓരോ നിമിഷവും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നാദിർഷയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിളിച്ചത് കൊണ്ടോ നാദിർഷ എന്നോട് പറഞ്ഞത് കൊണ്ടോ എന്നും മണി തിരിച്ചു വരില്ല. ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ചാലക്കുടിക്കാരെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുമല്ല. മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം അറിയുവാനുമാണ് ഞാൻ ഈ സായാഹ്നം ഇവിടെ എത്തിച്ചേർന്നത്. മണിയുടെ സൽപ്രവൃത്തികളും മണിയുടെ അഭിനയ പ്രകടനവും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ. സിനിമയുള്ളിടത്തോളം കാലം, കാലാകാലങ്ങളോളം മണി എന്ന നടൻ തലമുറകളായി പകർന്ന് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും കണ്ട് അത്ഭുതം കൂറട്ടെ, അത്ഭുതപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല സ്മരണകൾ നമ്മൾക്കെന്നും വലിയ സൗഭാഗ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുക. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തു പറയാം, ഞാൻ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എല്ലാവരും പോലെ എനിക്കും ഭയങ്കരமான ഒരു ഷോക്ക്. ബിക്കോസ് എത്ര ചെറുപ്പത്തിൽ മണിയേട്ടനുക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പക്ഷേ അവരെ പറ്റി വിചാരിക്കുമ്പോൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്, അവരെ പറ്റി நிறைய விஷயங்கள் കേട്ടിരിക്കാം. സിനിമ ഒരു സ്വപ്നലോകം. കുറേ ആൾക്കാർക്ക് ഇത് ആ സ്വപ്നം നിജമായിருக்கு. മണിയേട്ട നമ്മൾക്ക് എല്ലാവരും പഠിപ്പിച്ച് തന്നത്, നിങ്ങളുടെ സ്വപ്നം എത്ര വലിയതായിട്ടിരുന്നാലും അത് അടയാൻ നമ്മളാൽ മുടിയും. നമ്മൾ വിചാരിച്ചാൽ ഏത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് തുടങ്ങി ഇത്ര ഒരു വലിയ നടനായി. ദാറ്റ് ഹസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ നിങ്ങൾ എല്ലാവർക്കും. ഞാൻ ഇവിടെ ഒരു സുഹൃത്തായിട്ട്, ഇല്ലെങ്കിൽ ഒരു സഹനടികനായിട്ട്, ഇല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ട്, അനിയനായിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഒരു ആരാധകനായിട്ട് വന്നത്. എനിക്ക് ഓർമ്മ ആദ്യം പരിചയപ്പെട്ടത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ആ പടം കണ്ടിട്ട് എനിക്ക് അത് നല്ല പടം, നല്ല കഥാപാത്രം, പക്ഷേ അത്ര നന്നായിട്ട് ഒരു വിഷ്വലി ഇംപയർഡ് റിയൽ ലൈഫിലുള്ള ആൾ പോലെ അത്ര നന്നായിട്ട് ആ ക്യാരക്ടർക്ക് ഒരു ജീവിതം തന്നു. അത് കണ്ടിട്ട് I was so shocked. അതുപോലെ ഇത് തമിഴിലെ ഈ പടം ചെയ്യണം ഞാൻ വിചാരിച്ചു. and I was so taken up by മണിയേട്ടൻ്റെ ആക്ടിങ്. ഇപ്പോഴും ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ മെഡ്രാസ് ഇല്ലാത്ത പുറത്ത് എവിടെ പോണാലും കുറേ ആൾക്കാർ കാശിയിൽ നന്നായിട്ട് ചെയ്തു എന്ന് പറയും. പക്ഷേ അവരെപ്പോഴും എന്നടുത്തത് പറയുമ്പോൾ മണിയേട്ടനാ എൻ്റെ കണ്ണിൽ മുൻപ് നിൽക്കും. അവരുടെ അഭിനയം അത് എന്നെ ഇൻസ്പയർ ചെയ്തു ആ റോൾ ചെയ്യാൻ വേണ്ടി. എനിക്ക് വന്ന നല്ല പേര് എല്ലാവരും ആ ക്യാരക്ടർക്ക് അത് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് മണിയേട്ടൻ. പിന്നെ ജെമിനി ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ മണിയേട്ടൻ അതിൽ വില്ലനായിട്ട് ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ, ആ പടത്തിൽ എല്ലാം പാട്ട് നന്നായിട്ടുണ്ട്, കഥ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ മാജിക്കൽ എലിമെൻറ്റ് അതിൽ മിസ്സായി. അപ്പോൾ ഞാനും ഡയറക്ടറും എപ്പോഴും എന്ത് ചെയ്യാം, ക്ലൈമാക്സിൽ വേറെ ഏതാ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതാ ചെയ്യാം എന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിൽ ഓർമ്മയുണ്ട്, മണിമഹാലിൽ നമ്മളുടെ ഷൂട്ടിംഗ് മണിയേട്ടനോട്.
അപ്പോൾ ആരോ പറഞ്ഞു നിങ്ങൾ മെമിക്രി ചെയ്യല്ലേ, ഇത് കുറച്ച് മെമിക്രി ചെയ്യിട്ടാണ്. അപ്പോൾ പുള്ളി തുടങ്ങി എല്ലാം ചെയ്തു. ഞങ്ങളെല്ലാം ഭ്രമിച്ചു പോയി. ലൈക്ക് ഇങ്ങനെ ഒരു കേരളത്തിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ലൈക്ക് അവർ മിമിക്രി ചെയ്യും, ഈ സോ ടാലൻറ്റഡ്. ബട്ട് തമിഴ് ആ ഫുൾ യൂണിറ്റ് മുഴുവൻ വന്ന് അവിടെ ഇരുന്നിട്ട് അവരെ നോക്കി കൈയടിച്ചു, അവർ കൈ തട്ടി, അവർ ദിവസവും എക്സൈറ്റഡ്. അപ്പോൾ ഡയറക്ടർ എന്നടുത്ത് പറഞ്ഞു, എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്, ഈ ക്യാരക്ടർ മിമിക്രി ചെയ്തിട്ട് അത് വേറെ ഏതാ ചെയ്യാമെന്ന്. ഓക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സീൻ ചെയ്തു, മുരളിയേട്ടനോട് ആ പോലീസ് സ്റ്റേഷൻ സീൻ. ആ സീൻ ചെയ്യുമ്പോൾ അവർ മുഴുവൻ ഒരു പാമ്പ് പോലെ, ഒരു ഒട്ടകം പോലെ അതെല്ലാം ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ സീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ധൈര്യം കിട്ടി, ഈ പടം ഡെഫിനറ്റായിട്ട് ഒരു വലിയ ഹിറ്റാവും, ജസ്റ്റ് ബിക്കോസ് ഓഫ് മണിയുടെ പെർഫോമൻസ്. അവർ ആ സ്പെഷ്യൽ മാജിക് ആ ക്യാരക്ടർക്ക് തന്നു. ഇത് ഈ പടങ്ങൾ മാത്രമല്ല, അവർ ചെയ്ത എല്ലാ പടങ്ങളിലും അവരുടെ മാജിക് അതിലുണ്ടാവും. മമ്മൂക്ക വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, ഹീസ് നോട്ട് എ മലയാളി, ഹീസ് നോട്ട് എ കേരള ആക്ടർ. അവരൊരു തമിഴ് ആക്ടർ അല്ല, ഹീസ് എൻ ഇന്ത്യൻ ആക്ടർ. അതുമാത്രമല്ല, അവരൊരു കംപ്ലീറ്റ് ആക്ടർ. ബിക്കോസ് ഒരു വില്ലനായിട്ട് കാണുമ്പോൾ നമ്മൾ അവരെ കണ്ടിട്ട് പേടിച്ചു. ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് കാണുമ്പോൾ നമ്മൾ അവരോട് കരഞ്ഞു. ഒരു കോമഡിനായിട്ട് ചെയ്യുമ്പോൾ ചിരിച്ചു, ഹീറോ ആയിട്ട് ചെയ്യുമ്പോൾ പ്രേമിച്ചു. അത്ര ഗുണദസ്യങ്ങൾ ഒരു ക്യാരക്ടർ, ഒരു ആക്ടറായിട്ട് ചെയ്തത് വളരെ കഷ്ടം. ആസ് ആൻ ആക്ടർ ഐ റെക്കഗ്നൈസ് ദാറ്റ്. ആൻഡ് അവർ ചെയ്തു. അവർ ചെറുപ്പത്തിൽ പോയി, നമ്മളെ വിട്ടുപോയി. അത് ഒരു ഭയങ്കരமான ഒരു ദുഃഖം. ബട്ട് വാട്ട് വി ഷുഡ് റിയലൈസ് ഇസ്, ഈ ചെറിയ കാലത്തിൽ അവർ നമുക്ക് വേണ്ടി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒവ്വൊരു പടത്തിലും അവർ ചെയ്ത ഒവ്വൊരു റോളും അത്ര സ്പെഷ്യൽ. നമ്മൾ എപ്പോഴും അത് ഓർമ്മിക്കും, എപ്പോഴും. ഇപ്പോൾ ഇല്ല, ഇന്നില്ല. ദ ഗ്രേറ്റ്നെസ് ഓഫ് മണിയേട്ട ഇസ് ദാറ്റ് കുറേ കാലം കഴിഞ്ഞും അവരുടെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ, അവരുടെ പടങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കും. I think that is his speciality. And thank you, Manietta, for inspiring all of us. God bless you. Manietta and the family, Suguthukul, ellarkum ennoda respect and wishes. Thank you for having me here. ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്തരം ഒരു ചടങ്ങിൽ എത്തിപ്പെട്ടതും ഒരു സങ്കടമായിട്ട് ഞാൻ കാണുന്നു. എനിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നഷ്ടമായത് സത്യസന്ധനായ, നന്മയുള്ള, ധൈര്യമുള്ള ഒരു സ്നേഹിതനെയാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമേ മണി എനിക്ക് നൽകിയിട്ടുള്ളൂ. ഞങ്ങൾ നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരായിരുന്നു. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എനിക്കൊരുപാട് ഭക്ഷണം അദ്ദേഹം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾക്ക് വരെ അദ്ദേഹം പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് എന്നോട് പറഞ്ഞതാണ്. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ദുഃഖത്തിനോടൊപ്പം എൻ്റെ ദുഃഖവും ഞാൻ പങ്കുവയ്ക്കുന്നു. മണി നല്ല കലാകാരനാണ്, അല്ലെങ്കിൽ നല്ല പാട്ടുകാരനാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതിലുപരി ഇവിടെ ആൾക്കാർ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, അനുകമ്പയുള്ള, കാരണം ഒരുപാട് കഥകൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റിയും അദ്ദേഹം സഹായിച്ച ആൾക്കാരെ പറ്റിയുമൊക്കെ ഒരുപാട് കഥകൾ. എല്ലാം ഒരു നർമ്മത്തിലൂടെ അറിയിക്കുന്ന അദ്ദേഹം നല്ലൊരു സ്നേഹിതനായിരുന്നു. അത്തരത്തിലുള്ള സ്നേഹിതന്മാരെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത്
വിരളമാണ്. ഒരു സ്നേഹിതൻ്റെ കൂട്ടത്തിൽ മണി എന്നും ഏറ്റവും മുൻ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും. അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും ആ മനോഹരമായ, ആ നിഷ്കളങ്കമായ ചിരി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ മനോഹരമായ മുഖവും നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ തീരാ ദുഃഖം താങ്ങാനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.